ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ കാണിക്കുന്നത് വേദ കേസിൽ ജയിച്ചിരിക്കുകയാണ്. അതായത് ശ്രീകാന്ത് തോറ്റിട്ടുണ്ട്. ശ്രീകാന്തിനെതിരെ പരാതി കൊടുക്കാൻ കോടതി വിശ്വത്തോട് ആവശ്യപ്പെടുമ്പോൾ വിശ്വം അത് ചെയ്യുന്നില്ല. അങ്ങനെ വിശ്വത്തിൻ്റെ ഔദാര്യത്തിൽ ശ്രീകാന്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 2 പ്രാവശ്യവും വേദയെ കളിയാക്കിയ ശ്രീകാന്ത് ഇപ്പൊ തല താഴ്ത്തി നിൽക്കണേ. വേദയെ കളിയാക്കിയതുപോലെ തന്നെ തിരിച്ച് വേദയും ഇപ്പൊ ശ്രീകാന്തിനെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴും ശ്രീകാന്തിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിക്രവും ശ്രീകാന്തും സംസാരിക്കുന്നതാണ്. അപ്പൊ വിക്രം ശ്രീകാന്തിനോട് പറയും, കോടതിയിൽ നിങ്ങൾ കേസ് പിൻവലിച്ചത് അവള് പണത്തിന്റെ കാര്യം അവതരിപ്പിച്ചതുകൊണ്ടാണെന്നാ അവള് കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള മറ്റൊരു ബോംബ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അവൾക്കറിയില്ല. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഒന്നും പറയാനില്ല. ഈ സമയം വേദ ഇവര് സംസാരിക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാതെ വേദ ഇങ്ങനെ നോക്കി നിൽക്കണേ. ശേഷം വിക്രം എന്തോ ഒരു പേപ്പറ് ശ്രീകാന്തിന് നൽകുന്നുണ്ട്. ഒരുപക്ഷെ അതിലെന്തോ ഒരു രഹസ്യം കാണണം. അതിന്റെ കോപ്പി എന്തായാലും വിക്രമിന്റെ കയ്യിലുണ്ടാവും. അത് ചിലപ്പോ കഴിഞ്ഞ ദിവസം രാത്രിയില് വേദ ആ പണത്തിന്റെ ബാഗ് തിരയുന്ന സമയത്ത് വിക്രവും അവിടെയുള്ള അലമാരകൾ തിരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ എന്തോ ഒരു ഡോക്യുമെന്റ് ആണ്. എന്തായാലും അത് വെച്ചാണ് വിക്രം ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. വേദ ഇങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. ശേഷം വിക്രമിനോട് ചോദിക്കുമ്പോൾ എന്തോ കൊടുക്കുന്നുണ്ടല്ലോ, അതൊരു പേപ്പറാ എന്ന് മാത്രം പറയുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ കേസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വിശ്വത്തെ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രീജയുടെ സന്തോഷം പറയണ്ട. ശേഷം വേദിക്ക് എല്ലാവരും നന്ദി പറയുന്നുണ്ട്. അതിനിടയില് വിശ്വം വിനയനൊന്നും ഇങ്ങോട്ട് വന്നേ, എന്താ ചേട്ടാ എന്ന് വെച്ച് വരലും വിശ്വത്തിന്റെ കയ്യിൽ നിന്ന് വിനയന്റെ കാരണം കുറ്റി നോക്കി ഒന്ന് കിട്ടണേ. അത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണേ. വിനയനാകെ തരിച്ചു പോവും. ഒറ്റയടിക്ക് തന്നെ താഴെ കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തുണ്ട് വിക്രം ശ്രീകാന്തിനെ കാണാൻ ചെന്നിരിക്കണേ. വർഷയാ ഡോറ് തുറക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത് ശ്രീകാന്തിനെ ചോദിക്കുമ്പോ ശ്രീകാന്ത് അങ്ങോട്ട് വരിക കേട്ടോ. അളിയോ, ശ്രീ അളിയോ എന്ന് കളിയാക്കുന്ന രീതിയിൽ നീട്ടി വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഇപ്പോ വിക്രത്തിന്റെ മുന്നിലെ പത്തി താഴ്ത്തി നിൽക്കണേ. വിക്രം പറയും, എനിക്കിപ്പോ സംസാരിക്കാനുള്ളത് മറ്റൊരു കേസ് കെട്ടിനെ കുറിച്ചാണ്. അപ്പോ ഇനി വരാൻ പോകുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ഒക്കെ അറിയാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്